പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോർജ് മൂലച്ചാൻ. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിൻ്റെ ഒന്നിച്ച് ചിന്തിക്കാം ഒപ്പം നടക്കാം എന്ന ആഹ്വാനത്തോടെ ഓഗസ്റ്റ് 22-ന് പാലാ അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടങ്ങിയ സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഓഗസ്റ്റ് 25-ന് സമാപിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ സഭാ സമ്മേളനം കൊണ്ട് സീറോ മലബാർ സഭയ്ക്ക് എന്ത് നേട്ടമുണ്ടായി എന്നൊരു പര്യാലോചന നടത്തുകയാണ് ഈ എപ്പിസോഡിൽ. രൂപത എപ്പാർക്കിയൽ അസംബ്ലികളും സീറോ മലബാർ സഭ എപ്പാർക്കിയൽ അസംബ്ലികളും നടത്തപ്പെട്ടിട്ടുള്ളതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ രൂപതാധികാരത്തിൻ്റെയോ മൊത്തം സഭാധികാരത്തിൻ്റെയോ ഉള്ളിലിരിപ്പുകൾ സഭയിലെ എല്ലാ വിഭാഗങ്ങളുടേതുമാണെന്ന് വരുത്തി തീർക്കുകയാണ് അവയുടെ ലക്ഷ്യമെന്ന് കാണാനാകും. ഒരു ഉദാഹരണം പറയാം. 1999 നവംബർ 22 മുതൽ 25 വരെ നടന്ന പാലാ രൂപത എപ്പാർക്കിയൽ അസംബ്ലിക്ക് മുന്നോടിയായി ഇടവകകളിൽ പ്രാരംഭ ചർച്ചകൾ നടത്തുകയുണ്ടായി. അതിൽ ഉരുത്തിരിങ്ങിയ ആശയങ്ങൾ ക്രോഡീകരിച്ച് അൽമായരുടെ കാഴ്ചപ്പാടുകൾ എന്ന പേരിൽ പാലാ രൂപതാ പ്രസിദ്ധീകരണമായ ദീപനാളത്തിൻ്റെ 1999 ഒക്ടോബർ 28, നവംബർ 11 എന്നീ ഇലക്കങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. അതിലെ 1-2 ഭാഗങ്ങൾ ഞാനിവിടെ വായിക്കാം. ആദ്യത്തേത് ഇങ്ങനെയാണ്: സഭ വിശ്വാസികളുടെ സമൂഹമാണ്. സഭാതലവനായ മാർപ്പാപ്പായുടെ കീഴിൽ തങ്ങൾക്ക് ലഭിച്ച വിശ്വാസ പാരമ്പര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്ന സമൂഹം ഒരേ കൂദാശകളിൽ പങ്കുപറ്റുന്നവരാണ്. പരിശുദ്ധാത്മാവിനാൽ സംയോജിക്കപ്പെട്ട് യുഗാന്ത്യത്തെ നോക്കിപ്പാർക്കുന്ന പുതിയ ഇസ്രായേലായ സഭാസമൂഹം സഭാധികാരികളെ ആദരിക്കുകയും സഭാ നിയമങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യുന്നു. ഇത്തരത്തിലൊരു ദൈവശാസ്ത്ര സ്ഖലിതം അൽമായരുടെ ചർച്ചകളിൽ ഉരുത്തിരികയില്ലെന്നും അത് പുരോഹിത സൃഷ്ടമാണെന്നും പ്രത്യക്ഷത്തിൽ തന്നെ ആർക്കും മനസ്സിലാകുമല്ലോ. ഇനി അടുത്തത് കേൾക്കുക. സഭാംഗങ്ങൾ അധികാരികളെ അനുസരിക്കുന്നതിന് നിഷ്ഠയുള്ളവരായിരിക്കണം. വിവാഹം, മാമോദീസ തുടങ്ങിയ ആഘോഷങ്ങൾ ഞായറാഴ്ചകളിലാകാതിരിക്കാൻ കഴിയുന്നത്ര ശ്രദ്ധിക്കണം. സപ്രാ നമസ്കാരത്തിലൂടെ ആരാധനാ സമൂഹത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കണം. ദശാംശം കൊടുക്കുന്ന പഴയ പതിവ് കാര്യക്ഷമമായി പുനരുദ്ധരിക്കേണ്ടതാണ്. പാവപ്പെട്ടവർ, ദളിതർ തുടങ്ങിയവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ നമ്മുടെ രൂപതയിലെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലും ഇടവകകളുടെ നേതൃത്വത്തിലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സഭാധികാരികൾ അൽമായർക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും വിശദീകരണങ്ങളും അൽമായരുടേതാക്കി അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാണല്ലോ. ഇപ്രകാരം സിനഡ് മെത്രാന്മാരുടെ ഇംഗിതങ്ങൾ സഭയിലെ എല്ലാ വിഭാഗങ്ങളുടെയും അഭിലാഷങ്ങളായി അവതരിപ്പിക്കാനും ആ നിലയിൽ അതെല്ലാം റോമിനെ ധരിപ്പിച്ച് സിനഡ് നിലപാടുകളെ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പാലായിൽ നടത്തപ്പെട്ട സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയും എന്ന് അതിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ അന്തിമ പ്രസ്താവന നോക്കിയാൽ തന്നെ ആർക്കും മനസ്സിലാക്കാനാവും. അതിലെ ഓരോ ആശയവും ഭാഷാശൈലി പോലും പുരോഹിത അധികാരികളുടേത് മാത്രമാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ആർക്കും പിടികിട്ടുന്ന തരത്തിലുള്ളതാണ്. ഇത്ര കപടവും വ്യാജവും പരസ്പര വിരുദ്ധവുമായ ഒരു പ്രസ്താവന തയ്യാറാക്കാൻ പണ്ഡിത പുരോഹിതർക്കും മെത്രാന്മാർക്കുമല്ലാതെ മറ്റാർക്കും സാധ്യമാകും എന്ന് തോന്നുന്നില്ല. ഇതിലെ ഒരു നുണപ്രസ്താവന കേട്ടാലും മാർത്തോമാ നസ്രാണികളുടെ പുരാതന പാരമ്പര്യമായ സഭായോഗത്തിൻ്റെ, അതായത് പള്ളിയോഗത്തിൻ്റെ ആധുനിക പതിപ്പാണ് അസംബ്ലി. പള്ളിക്കാർക്ക് പൂർണ്ണമായ അധികാരമുണ്ടായിരുന്ന നസ്രാണികളുടെ പള്ളിയോഗ സഭാഭരണ സമ്പ്രദായത്തെ മുഴുവനായി കുഴിച്ചുമൂടാൻ പൗരസ്ത്യ സംഘവുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കി പതിറ്റാണ്ടുകളായി അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മെത്രാന്മാരാണ് ഇത് പറയുന്നത് എന്നോർക്കുക. ഈ സഭയുടെ മാർത്തോമാ പാരമ്പര്യത്തെ തള്ളിപ്പറയുകയും അതിനു പകരം കലുതായ പാരമ്പര്യം അടിച്ചേൽപ്പിച്ച് പള്ളിക്കാരുടെ മുഴുവൻ അധികാരവും ചോർത്തിക്കളയുന്ന പൗരസ്ത്യ കാനോ നിയമവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പള്ളിയോഗ നടപടിക്രമങ്ങളും ഈ സഭയുടെ മേൽ കെട്ടിവയ്ക്കുകയും ചെയ്തവരാണ് ഈ മെത്രാന്മാർ. നമ്മുടെ നസ്രാണി പാരമ്പര്യത്തെക്കുറിച്ച് പ്രസിദ്ധ സഭാചരിത്രകാരനായ റവ ഡോക്ടർ സേവ്യർ കൂടപ്പുഴ തൻ്റെ എക്ലീസിയൽ ഐഡൻറ്റിറ്റി ഓഫ് ദി തോമസ് ക്രിസ്ത്യൻസ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന പ്രസക്ത ഭാഗത്തിൻ്റെ മലയാള രൂപം ഇങ്ങനെയാണ്: പുതിയ നിയമ പശ്ചാത്തലത്തിൻ്റെ സ്വഭാവ സവിശേഷതകളുമായി മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭാഭരണ സമ്പ്രദായത്തിനും വളരെ അടുപ്പമുണ്ടായിരുന്നു. അവരുടെ വികേന്ദ്രീകൃതമായ സഭാഭരണ രീതി അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 6, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായിരുന്നു. അപ്പസ്തോലന്മാർ നൽകിയ മുൻഗണനയ്ക്കുള്ള ഒരു ഉത്തമ മാതൃകയാണ് നാം ഇവിടെ കാണുന്നത്.
ഈ മഹത്തായ പൈതൃകം വീണ്ടെടുക്കേണ്ടതിനെ പറ്റി അദ്ദേഹത്തിൻ്റെ തന്നെ ഭാരത സഭാചരിത്രം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ചരിത്രത്തിൻ്റെ നെട്ടോട്ടത്തിൽ നമ്മുടെ അതുല്യവും അമൂല്യവുമായ പാരമ്പര്യങ്ങൾ പലതും പോയിട്ടുണ്ട്. അവയെ കഴിയുന്നത്ര പുനഃസ്ഥാപിക്കാൻ നമുക്ക് കടമയുണ്ട്. ഈ രംഗത്തും മഹത്തായ പൈതൃകം എന്തെന്നറിയാത്ത സഭാ നേതൃത്വം പാശ്ചാത്യരെ അന്ധമായി അനുകരിച്ച് ഇവിടുത്തെ അപ്പസ്തോലിക സഭയെ ബലഹീനമാക്കുകയാണ്. തനതായ പാരമ്പര്യങ്ങളെ ബഹുമാനിക്കാൻ വിജ്ഞാനവും വിശുദ്ധിയും ആവശ്യമത്രേ. ഈ വിജ്ഞാനവും വിശുദ്ധിയും ആവശ്യമില്ലെന്ന് കരുതുന്ന നമ്മുടെ സിനഡ് മെത്രാന്മാർ ഈ സഭയുടെ പാരമ്പര്യത്തെ പാശ്ചാത്യവൽക്കരണത്തിലൂടെ പന്ത്യംകരിച്ചതിന് ശേഷം ദിവ്യജനത്തെ പ്രജകളാക്കുന്ന അപ്പാർക്കേൽ അസംബ്ലി ചൂണ്ടിക്കാട്ടി അത് മാർത്തോമാ നസ്രാണികളുടെ പള്ളിയോഗ സമ്പ്രദായത്തിൻ്റെ ആധുനിക പതിപ്പാണ് എന്ന് അവകാശപ്പെടുന്നു. ഇത് നുണ മാത്രമല്ല, ഈ സഭയുടെ മേലുള്ള കടുത്ത വഞ്ചനയുമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾക്കായും ദളിത് ക്രൈസ്തവർ, സഭാംഗങ്ങളായ നാടാർ, കമ്മാളർ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവരുടെ ശാക്തീകരണത്തിനായും ഒറ്റക്കെട്ടായി പോരാടണമെന്ന ആശയവും അസംബ്ലിയിൽ ഉരുത്തിരിഞ്ഞുവത്രേ. ഇക്കാര്യങ്ങളിൽ പോരാടേണ്ടത് ആർക്കെതിരെയാണ് എന്നതാണ് പ്രശ്നം. മുഴുവൻ ക്രൈസ്തവ സമുദായത്തിനുമായി ലഭിച്ച ന്യൂനപക്ഷ അവകാശത്തെ ഒരു പുരോഹിത കന്യാസ്ത്രീ അവകാശമാക്കി മാറ്റിയ സഭാ നേതൃത്വത്തോടല്ലാതെ മറ്റാരാണ് ഇക്കാര്യത്തിൽ ക്രൈസ്തവർ ഒറ്റക്കെട്ടായി നിന്ന് പോരാടേണ്ടത്? അതുപോലെ തന്നെ ദളിത് ക്രൈസ്തവരുടെ ശാക്തീകരണത്തിന് വേണ്ടി ക്രൈസ്തവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് പോരാടേണ്ടത് സഭാധികാരികളോടല്ലാതെ മറ്റാരോടുമല്ല. കാരണം ഇന്ത്യൻ ക്രൈസ്തവർ എന്ന നിലയിൽ അവർക്ക് ലഭിച്ചിരുന്ന സംവരണം തട്ടിത്തെറിപ്പിച്ചതും ന്യൂനപക്ഷാവകാശത്തിൽ അവർക്ക് ഒരു പങ്കും നൽകാതിരിക്കുന്നതും സഭാധികാരമാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ക്രൈസ്തവ സഭകളെ പ്രതിനിധീകരിച്ച് ഫാദർ ജെറോം ഡിസൂസ, ഡോക്ടർ എച്ച്.സി. മുഖർജി, രാജകുമാരി അമൃത് കൗർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം നിർദ്ദേശിച്ചത് ക്രൈസ്തവ സഭകളിൽ ജാതി വിവേചനമില്ലാത്തതുകൊണ്ട് ദലിത് ക്രൈസ്തവർക്ക് സംവരണം നൽകേണ്ടതില്ല, പകരം അവരും കൂടി ഉൾപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിന് മൊത്തമായി ന്യൂനപക്ഷാവകാശം നൽകണം എന്നായിരുന്നു. അങ്ങനെയാണ് ദളിത് ക്രൈസ്തവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സംവരണാവകാശം നഷ്ടപ്പെട്ടത്. 60% വരുന്ന അവരുടെ കൂടി എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ സഭകൾക്ക് അനുവദിച്ച ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ 60% സംവരണത്തിന് അർഹതയുള്ള അവർക്ക് നിയമനങ്ങളുടെ 0.5% പോലും നൽകാൻ സഭാ നേതൃത്വം ഇന്നുവരെ തയ്യാറായിട്ടില്ല എന്നോർക്കുക. അതായത് അവരുടെ കക്ഷത്തിലിരുന്ന സംവരണവും ഉത്തരത്തിലുണ്ടെന്ന് അവരെയും ഭരണഘടനാ ശില്പികളെയും വിശ്വസിപ്പിച്ച ന്യൂനപക്ഷാവകാശവും ഒന്നിച്ച് തട്ടിത്തെറിപ്പിച്ച് പണ്ടേ ദുർബലരായിരുന്ന അവരെ കൂടുതൽ ദുർബലരാക്കിയിരിക്കുന്നത് സഭാധികാരം തന്നെയാണ്. അതേ സഭാധികാരമാണ് ഇപ്പോൾ പറയുന്നത് അവരെ ശാക്തീകരിക്കാൻ ഒറ്റക്കെട്ടായി പോരാടണമെന്ന്. അതെ, ദലിത് ക്രൈസ്തവരുടെ ശാക്തീകരണത്തിന് വേണ്ടി ക്രൈസ്തവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് സഭാധികാരത്തിനെതിരെ പോരാടേണ്ടിയിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ സാമൂഹിക രാഷ്ട്രീയ ശബ്ദമായ കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയെ വളർത്തണമെന്ന ആവശ്യവും ഈ സഭാ അസംബ്ലിയിൽ ഉയർന്നുവത്രേ. എക്കാലവും ഒരു മെത്രാൻ രക്ഷാധികാരിയായി വാഴുന്ന ഈ സംഘടന സീറോ മലബാർ സഭയുടെയല്ല, മറിച്ച് സീറോ മലബാർ മെത്രാന്മാരുടെ മാത്രം സാമൂഹിക രാഷ്ട്രീയ ശബ്ദമാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അതിനെ വളർത്തുകയെന്ന ആവശ്യവും അവരുടേത് മാത്രമാണ്. അവരുടെ രാഷ്ട്രീയ ഇംഗിതങ്ങൾക്കും സാമുദായിക വാദങ്ങൾക്കും കൂടാതെ മറ്റ് ഏത് കളികൾക്കും ലജ്ജയേതുമില്ലാതെ നിന്നുകൊടുക്കുന്ന വ്യക്തിത്വമോ സ്വതന്ത്ര നിലപാടോ ഇല്ലാത്ത ഈ സംഘടന കൊണ്ട് സഭയ്ക്കോ സമുദായത്തിനോ എന്തെങ്കിലും നേട്ടം സമീപകാലത്തെങ്ങും ഉണ്ടായിട്ടുള്ളതായി അറിവായിട്ടില്ല. കർദിനാൾ ആലഞ്ചേരിക്ക് വേണ്ടി ബന്ദി നാടകം കളിക്കാൻ വരെ കൂട്ടുനിന്ന ഈ സംഘടനയുടെ നേതൃത്വത്തോട് അദ്ദേഹത്തിനും കൂട്ടുമെത്രാന്മാർക്കും തീർച്ചയായും കടപ്പാടുണ്ടായേക്കാം. അതിനുവേണ്ടി സഭാസമൂഹം എന്തിന് ഈ പ്രസ്താവനത്തെ വളർത്തണം? പ്രവാസികളായ സീറോ മലബാർ സഭാംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പൊതുകണിയായി തങ്ങളുടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യവും ഭാഷാ പൈതൃകവും പുനരുജ്ജീവിപ്പിക്കണമെന്ന വിചിത്രമായ ഒരാശയവും ഈ സഭാ അസംബ്ലിയിൽ ഉരുത്തിരിഞ്ഞതായി അന്തിമ പ്രസ്താവനയിൽ കാണുന്നു. സീറോ മലബാർ സഭാംഗങ്ങൾക്ക് അവർ ഏത് രാജ്യത്താണെങ്കിലും തമ്മിൽ ബന്ധപ്പെടാൻ മലയാളം എന്ന തങ്ങളുടെ മാതൃഭാഷ പൊതുവായുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണാവോ അവരെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഒരു മൃതഭാഷയായി കഴിഞ്ഞ സുറിയാനിയെ പുനരുജ്ജീവിപ്പിക്കുന്നത്? സീറോ മലബാർ സഭാംഗങ്ങളുടെ മാർത്തോമാ നസ്രാണി പാരമ്പര്യത്തിനും മാതൃഭാഷയ്ക്കും ഭാരതീയ സാംസ്കാരിക പൈതൃകത്തിനും മേൽ പൗരസ്ത്യ റോമൻ അധീശത്വം സ്ഥാപിച്ചെടുക്കുക എന്ന തന്ത്രം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് സൂക്ഷ്മദൃഷ്ടിയുള്ളവർക്ക് കാണാനാകും. കടുതായവാദി മെത്രാന്മാരുടെയും
പൗരസ്ത്യ സംഘത്തിൻ്റെയും സംയോജിത ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ഈ ആശയം അസംബ്ലിയുടെ വായിൽ വച്ചുകൊടുത്തു എന്ന് മാത്രം. സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും സിനഡ് തീരുമാനപ്രകാരമുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് അസംബ്ലി ശക്തമായി ആവശ്യപ്പെട്ടു എന്നൊരു അവകാശവാദവും ഈ അന്തിമ പ്രസ്താവനയുടെ അവസാന ഭാഗത്തുണ്ട്. ഇപ്രകാരം ശക്തമായ ഒരു ആവശ്യപ്പെടൽ ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസനീയമായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് കേവലം 3 പേർ മാത്രമായിരുന്നെന്നും അത് സംബന്ധിച്ച് തുടർ ചർച്ചയൊന്നും ഉണ്ടായില്ലെന്നും ഇതിൽ സംബന്ധിച്ചവർ തന്നെ പറയുന്നു. പക്ഷേ പ്രസ്താവന തയ്യാറാക്കിയപ്പോൾ സിനഡ് മെത്രാന്മാരുടെ ആഗ്രഹപ്രകാരം അത് സിനഡ് കുർബാനയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ ആവശ്യപ്പെടലായി പരിണമിച്ചു. അത്ര തന്നെ. ഈ മുഴുവൻ പ്രസ്താവനയിലൂടെയും കടന്നു പോകുമ്പോൾ എത്രമാത്രം ആധ്യാത്മിക അന്ധത ബാധിച്ചവരാണ് സീറോ മലബാർ സഭയെ നയിക്കുന്ന മെത്രാന്മാർ എന്ന് അല്പമെങ്കിലും ആധ്യാത്മിക അവബോധം നേടിയവർ ചിന്തിച്ചു പോകും. ഒരു വശത്ത് സുവിശേഷ പ്രഘോഷണത്തെപ്പറ്റി പറയുന്നു, മറുവശത്ത് സമുദായ ശാക്തീകരണത്തെപ്പറ്റി പറയുന്നു. ഇവ രണ്ടും എങ്ങനെ ഒത്തുപോകും? ശക്തിയിൽ ആശ്രയിക്കാനാണോ യേശു പറഞ്ഞിരിക്കുന്നത്? എല്ലാത്തരം ഭൗതിക ശക്തികളുടെയും നിരാകരണമാണ് യേശുവിൻ്റെ സുവിശേഷമെന്ന് നമ്മുടെ മെത്രാന്മാർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഭൗതിക ശക്തിയിലല്ല, മാനുഷിക മൂല്യങ്ങളിലാണ് ആശ്രയിക്കേണ്ടത് എന്നതാണ് യേശുവിൻ്റെ പാഠം. അപ്പോൾ ഇവർ പറയുന്ന സുവിശേഷ പ്രഘോഷണം തികച്ചും വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ആ സുവിശേഷ പ്രഘോഷണം വ്യക്തിയെയും കുടുംബത്തെയും സഭയെയും സമുദായത്തെയും ഭൗതികമായി മാത്രം ശാക്തീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല വിഭാഗീയ സാമുദായിക വികാരം കുത്തിവെച്ച് മറ്റു മതസമൂഹങ്ങളുമായി മത്സരത്തിലെത്തിച്ച് അകലം സൃഷ്ടിക്കുക എന്നതും ലക്ഷ്യമാണ്. വിഭജിച്ച് ഭരിക്കുക എളുപ്പമാണല്ലോ. അങ്ങനെ വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സഭാതലത്തിലും സമുദായ തലത്തിലും പുരോഹിതർ റെഡിമെയ്ഡ് നേതാക്കളായി ക്രൈസ്തവരുടെ മനസ്സുകളിൽ കുടിയിരുത്തപ്പെടുകയാണ്. ഇപ്രകാരം അടിമത്തത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് ഈ അന്ധരായ വഴികാട്ടികൾ വിശ്വാസികളെ നയിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സാമൂഹികവും രാഷ്ട്രീയവും പാരിസ്ഥിതികവും മറ്റുമായ എല്ലാ മേഖലകളിലും ഇവർ തലയിടുകയും സമുദായത്തിൻ്റെ നിലപാടുകളായി അവരുടെ ഉപരിപ്ലവ ആശയങ്ങൾ അവതരിപ്പിക്കുകയുമാണ്. ഒരുതരം പുരോഹിത ഹിപ്നോട്ടിസത്തിന് വിധേയപ്പെട്ട് തങ്ങൾ ഈ സഭയിൽ യഥാർത്ഥത്തിൽ ആരാണ് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു സഭാസമൂഹം. ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിൽ സഭയുടെ യജമാനന്മാരും സഭാസ്വത്തുക്കളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം ഉടമകളും തങ്ങളാണെന്നും തങ്ങളെ ആധ്യാത്മിക വളർച്ചയിൽ സഹായിക്കാൻ നിയോഗിതരായ ശുശ്രൂഷകർ മാത്രമാണ് പുരോഹിതരെന്നും അവരെ തീറ്റിപ്പോറ്റുന്നതും അവർക്ക് ശമ്പളവും അലവൻസുകളും നൽകുന്നതും മറ്റെല്ലാ ജീവിത സൗകര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുന്നതും മറ്റാരുമല്ലെന്നുള്ള അവബോധം വിശ്വാസികൾക്ക് ഉണ്ടായേനെ. ആ അവബോധത്തിൽ നിന്നുകൊണ്ട് സീറോ മലബാർ സഭയുടെ ദൗത്യ മേഖലകളിൽ കൂടുതൽ ഇടം നൽകാം എന്നും മറ്റും യജമാനഭാവത്തോടെ പറയുന്ന മെത്രാന്മാർക്ക് നേരെ കൈ ചൂണ്ടി കടന്നുപോ, ഭൃത്യന്മാർ യജമാന്മാരെ ഭരിക്കുന്നുവോ എന്നവർ ഗർജിക്കുമായിരുന്നു. ഞങ്ങളുടെ സമുദായ കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ഇടപെടുവാൻ നിങ്ങൾക്കെന്ത് അവകാശം? അതിന് നിങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് നിയോഗിച്ചിട്ടില്ലല്ലോ എന്നവർ ചോദിക്കുമായിരുന്നു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഈ അസംബ്ലിയുടെ തുടക്കത്തിൽ നടത്തിയ ഒന്നിച്ച് ചിന്തിക്കാം, ഒപ്പം നടക്കാം എന്ന ആഹ്വാനത്തെപ്പറ്റി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സിനഡാലിറ്റിയോടുകൂടിയ സഭാസമ്മേളനങ്ങൾ സംബന്ധിച്ചുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശയത്തിൻ്റെ താക്കോൽ വാക്കുകളാണവ. അതോടൊപ്പം പരസ്പരം ശ്രമിക്കാം എന്നൊരു വാക്കുകൂടി ഉണ്ടായിരുന്നു. അത് പറയാൻ മേജർ ആർച്ച് ബിഷപ്പ് വിട്ടുപോയതാകാം. ഇവിടെ മാർ റാഫേൽ തട്ടിലും സിനഡ് മെത്രാന്മാരും ആഴത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നിച്ച് ചിന്തിക്കാനും ഒപ്പം നടക്കാനും പരസ്പരം ശ്രമിക്കാനും സാധിക്കണമെങ്കിൽ സമത്വബോധം ഉണ്ടായിരിക്കണം എന്നതാണത്. ഏറ്റക്കുറച്ചിലുകൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നിടത്ത് ഒന്നിച്ചുള്ള ചിന്തയോ ഒപ്പമുള്ള നടത്തമോ പരസ്പരമുള്ള ശ്രമിക്കലോ അസാധ്യമാണ്. അതുകൊണ്ട് ഇത്തരം മഹത്തായ ആഹ്വാനങ്ങൾ നടത്തുന്നതിന് മുമ്പ് പുരോഹിതരും മെത്രാന്മാരും തങ്ങളുടെ സ്ഥാനപദവികൾ സംബന്ധിച്ചുള്ള മിഥ്യാബോധത്തിൽ നിന്ന് മുക്തരാകേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു വാൽകഷ്ണം കൂടി. നുണ പറയാനും വ്യാജമുഖമണിയാനും യാതൊരു മടിയുമില്ലെന്ന് പരസ്യമായി തെളിയിച്ചിട്ടുള്ള കർദിനാൾ ആലഞ്ചേരിയെ ആദരിക്കാൻ നടത്തിയ ചടങ്ങ് ഈ സഭാ അസംബ്ലിയുടെ പുറമോടി ശോഭ പോലും പൂർണ്ണമായും കെടുത്താൻ മാത്രമേ ഉപകരിച്ചുള്ളൂ എന്നിവിടെ എടുത്തു പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ അതിനോട് പ്രതിഷേധിച്ച് ആ പരിപാടിയിൽ നിന്ന് വാക്കൗട്ട് നടത്തിയവരെ അഭിനന്ദിക്കാതിരിക്കാനും വയ്യ. ചുരുക്കത്തിൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ മെത്രാന്മാരെയും മെത്രാൻ പ്രകടനം സ്വഭാവമാക്കിയ കുറേയേറെ രാഷ്ട്രീയ നേതാക്കന്മാരെയും
ഇറാൻ മൂളികളായ പുരോഹിത കന്യാസ്ത്രീ ഭക്ത സംഘടനാ പ്രതിനിധികളെയും മറ്റ് നോമിനേറ്റഡ് അംഗങ്ങളെയും ഉൾപ്പെടുത്തി കെങ്കേമമായി നടത്തിയ ഈ സഭാ അസംബ്ലി കൊണ്ട് ഇത്തരം ചില വിമർശന ചിന്തകൾ അനേകരിൽ ഉയരാൻ അവസരമൊരുക്കി എന്നതിനപ്പുറം സഭയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. നിർത്തട്ടെ. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹം, നന്ദി.